ബോസേ ഞാൻ ഇല്ലാത്ത നേരം നോക്കി ചട്ടിച്ചോറ് ഓർഡർ ചെയ്ത് കഴിക്കാല്ലേ? ഞാൻ എന്റെ വയറിനെ പറ്റിച്ചോണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ല? നിങ്ങൾ എന്തൊരു മനുഷ്യനാ. നീ പോയ കാര്യം എന്തായി? ഞാൻ പോയ കാര്യം പൊളിഞ്ഞു. നീ എന്തായാലും വരാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഓഹോ, എനിക്കിന്ന് അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ആദ്യം കാണുന്ന നമ്പറിൽ വിളിക്കടാ. ഓക്കെ ബോസ്. ഇത് കണക്ട് ആവുന്നില്ല ബോസ്. എന്നാ രണ്ടാമത് കാണുന്ന നമ്പറിൽ വിളിക്കടാ. ബോസ് ഈ നമ്പർ കണക്ട് അല്ല ബോസ്. എന്നാ മൂന്നാമത് കാണുന്ന നമ്പറിൽ വിളിക്കടാ. ബോസ് ഈ നമ്പർ ഒട്ടും കണക്ട് അല്ല ബോസ്. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താണ് ബോസ്? എന്റെ സിം കട്ടായതാ. റീചാർജ് ചെയ്യാൻ ഞാൻ എവിടുന്ന് പൈസ ഉണ്ടാക്കൂടാ? ബോസേ പൈസയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഇന്നലെ ഇവിടെ ഒരു വലിയ കോമഡി ഉണ്ടായി. എന്താടാ? ഒരു 1200 രൂപ കൊണ്ട് ഒരു കിളവൻ ഇവിടെ കയറി വന്നിരിക്കുന്നു. എന്നിട്ട് പറയാ ബോസിനെ കാണണമെന്ന്. ഞാൻ ബോസിനെ കാണിച്ചു കൊടുക്കൂ. എന്റെ ബോസ് അത്രയ്ക്ക് അത് കേട്ടവനാ. ഞാൻ 2 ഇടിച്ച് പുറത്തേക്ക് അങ്ങടാക്കി. എന്റെ അച്ഛൻ എന്റെ പെൻഷൻ കാശുമായിട്ട് വന്നപ്പോ ഞാൻ എവിടെ നടത്തി റീചാർജ് ചെയ്യൂടാ? നിങ്ങൾ വലിയ കിഡ്നാപ്പിംഗ് സംഘത്തിന് ഓണറാന്ന് പറഞ്ഞാൽ എന്താ കാര്യം? ബുദ്ധിയില്ല നിങ്ങൾക്ക്. എടാ എനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ പണിക്ക് നിർത്തോളാം. സത്യം. ഇപ്പൊ എന്തിനാ അതിനെ വെടി വെച്ച് വന്നേ? നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നതിന്റെ ഇടയിൽ മൂന്നാമതൊരാൾ എനിക്ക് ഇഷ്ടമില്ല. അത് പല്ലിയാണല്ലോ ശരി, ഏത് പുല്ലാണല്ലോ ശരി. എന്റെ പൊന്നാളി, ഞാൻ ഒരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ വളരണമെങ്കിൽ നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? വലിയ വലിയ ആൾക്കാരെ തട്ടിക്കൊണ്ടുവരണം. ചുമ്മാ വിളിച്ചിട്ട് പോലും കൊണ്ട് ആരും വരുന്നില്ല. പിന്നല്ലേ ഞാൻ തട്ടിക്കൊണ്ട് വരുന്നത്. എന്റെ ബോസേ, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ മിക്കവാറും പാർക്ക് പിടിക്കാൻ തന്നെ കൊണ്ടുവരും. അങ്ങനെ വേർത്തുണ്ടാക്കുന്ന പൈസ എനിക്ക് വേണ്ടെങ്കിലോ? നിങ്ങൾ എന്തൊരു തോൽവിയാ മനുഷ്യ. കുറിച്ച് അങ്ങനെ കുറ്റം പറയരുത്. എടാ നിനക്ക് എന്നെ കുറിച്ച് ശരിക്കും അറിയത്തില്ല. എന്റെ അപ്പനപ്പൂമാർ കാലം തൊട്ടേ ഞങ്ങൾ കിഡ്നാപ്പേഴ്സ് ആയിരുന്നു. അതും എന്റെ മുതുക്കച്ഛൻ അല്ല മുതുമുതുമുത്തച്ഛൻ. പുള്ളി ലോകം അറിയപ്പെടുന്ന അണ്ടർവേൾഡ് കിങ് ആയിരുന്നടാ. 7 തലമുറക്ക് ഇരുന്ന് തിന്നാനുള്ള സ്വത്ത് പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് എന്താ നിങ്ങൾ ഈ പിച്ചക്കാരനായ? ആ 8ാമത്തെ തലമുറ ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പോ അവർക്ക് ഫുള്ള് ദാരിദ്ര്യമായി പോയടാ. എന്റെ ബോസേ, ഈ ദാരിദ്ര്യമൊന്നും വലിയ കാര്യമില്ല. ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, ഒരാള് ദരിദ്രനായിട്ട് ജനിക്കുന്നത് അയാളുടെ തെറ്റുകൊണ്ടല്ല. പക്ഷെ ദരിദ്രനായിട്ട് മരിച്ച അത് അങ്ങേരുടെ തെറ്റ് മാത്രമാണ്. അപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പായി. എന്താണ് ബോസ്? ഈ ജന്മത്തിൽ നമ്മൾ തെറ്റുകാരാണല്ലോടാ. അയ്യടാ, എന്നാലും പണിയെടുത്ത് തിന്നാന്ന് നിങ്ങൾ പറയരുത്. ഐഡിയ വന്നടാ. എന്താ ബോസ്? ഞാനുണ്ടല്ലോ ഈ ബിൽഡിംഗ് ഒക്കെ ഒന്ന് പുതുക്കി പണിയാൻ തീരുമാനിച്ചു. നമ്മുടെ ആ സഹകരണ ബാങ്കിലടാ അവത്ത് പുതിയ ലോണിന് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ സ്ഥാപനത്തിനൊക്കെ ലോൺ പാസ്സാവും എന്റെ ബോസ്. തരികിടയ്ക്ക് ലോൺ കൊടുക്കുന്നുണ്ടല്ലോ. അയ്യടാ, തരികിടയല്ല, അത് ചെറുകിട ബിസിനസ്സാ. നമുക്ക് ഒരു സഹകരണമില്ല. പേരിന് മാത്രമേ ഉള്ളൂ സഹകരണം. ഇനി പാവന്മാരെ വെക്കിട്ട് കയറിക്കോ. എഴുതാനും വായിക്കാനും അറിയണ്ട ആ പിള്ളേരെ കുറ്റം പറഞ്ഞാൽ എന്താ ചെയ്യാ? ബോസിന് വല്ല നമുക്ക് നടത്താൻ പറ്റിയ വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ പറയുന്നത്. നമ്മൾ ഇനി എവിടുന്ന് എങ്ങനെ രക്ഷപ്പെടണം? ഞാൻ നിന്നോട് കാര്യം ചോദിച്ചോട്ടെ. എടാ 10-15 വർഷമല്ലാതെ നീ എന്റെ കൂടെ ജോലിക്ക് കയറിയിട്ട് ഇന്നേ വരെ നീ എനിക്കൊരു മലങ്കോൾ ഒപ്പിച്ച് തന്നിട്ടുണ്ടോടാ? അത് കൈയടിച്ച ഉടനെ അങ്ങ് പാസ്സാക്കി. അതല്ല എന്റെ ബോസേ, ബോസിന്റെ വായെന്ന് ഈ ചോദ്യം വരുന്ന എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു പുളിങ്കൊമ്പ് നോക്കി പിടിച്ചിട്ടുണ്ട്. എന്തിനാ? എന്നെ കത്തിക്കാനാ? അതല്ല മനുഷ്യ, നല്ലൊരു മലങ്കോളം ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. എന്നാ പോയി വിളിച്ചോണ്ട് പോടാ. ഞാനത് കൊണ്ടുവന്ന് കഴിഞ്ഞാ ബോസ് കിടുകിട പറക്കും. കണ്ടോ ബോസേ? കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നു. കൊണ്ടുവന്നില്ല എന്നെ പെട്രോൾ ഒഴിച്ച് കത്തി. കാത്തിരുന്നോ നിങ്ങള്? നടക്കടാ. അയ്യോ എന്തൊരു തൊന്തരവ്, ഇതെന്തൊരു തൊന്തരവ്, തൊന്തരവ് തൊന്തരവ്, അയ്യോ എന്തൊരു തൊന്തരവ്. ഇരിക്കണം അവിടെ, ഇരിക്കണം. ബോസ് കൺകുളിക്കെ കണ്ടോളൂ, മലങ്കോൾ. സുഭാഷ് സബാഷ്. ഓക്കെ എന്താ എങ്കോട്ടിയോ? ഞാൻ എടാ നിന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് അറിയാവൂടാ? അറിയില്ല. അച്ഛനെ വിളിക്കണം അച്ഛന്. നിന്റെ അച്ഛൻ എന്നാ എന്റെ അച്ഛൻ. ഇവനൊന്ന് പറഞ്ഞു മനസ്സിലാക്കണം. ബോസ് ടെൻഷൻ അടിക്കില്ല, കൂളെ ഞാൻ കുട്ടാ. ബോസ് ഉദ്ദേശിച്ച എന്താണെന്നറിയോ? ഒരു സെക്കൻഡ് ബോസേ, ഫസ്റ്റ് ബോസിന്റെ അച്ഛനെ വിളിക്കണം, ഇവന്റെ അച്ഛനെ വിളിക്കണം. നീ കൊണ്ടൊന്ന് വരാമോ? ഓ ഷുവർ. ഇനി നീ നിന്റെ അച്ഛനെ വിളിക്കണ്ട, അച്ഛനെ വിളിക്കണം. അവന്റെ അച്ഛൻ രാവിലെ ഇരിക്കുന്നത് ആരുടെ അച്ഛനെ വിളിക്കണം അറിയാൻ വേണ്ടിട്ടാ. നീ ഒന്ന് പറയല്ലേ, നീ കൊണ്ടുവന്നല്ലേ? ഇതല്ല, ഇതിന്റെ അപ്പുറം. അതെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഇവിടെ തട്ടിക്കൊണ്ടുവന്നാണോ? അല്ലടാ, ഇത് ആന്റണി പെരുമ്പാവൂരും ഞാൻ ജിത്തു ജോസ്. ദൃശ്യം 4ന്റെ കഥ പറയാൻ വേണ്ടി കൊണ്ടുവന്നു. ദൃശ്യം 4ഓ? സാറേ, ദൃശ്യം 4ലെങ്കിലും വരും തിരിച്ചു വരുമോ? ഒറ്റ അലക്കം കളിക്കാണല്ലോ. ഈ സെറ്റപ്പ് കണ്ട് നിനക്ക് മനസ്സിലായില്ലേ? ഞങ്ങൾ നിന്നെ തട്ടിക്കൊണ്ടു വന്നാണ്. നീ ഇന്ന് മുതൽ ഞങ്ങളുടെ ബന്ധിയാണ്.
ബന്ധുവോ? ഞാനോ? നല്ല കാര്യം. അച്ഛൻ വീട്ടുകാരാ, അമ്മ വീട്ടുകാരാ? രണ്ടുപേരും ഉണ്ടാ. ഇവൻ നിന്റെ കൊച്ചനും, ഞാൻ നിന്റെ വല്യച്ഛൻ. അയ്യോ, എന്റെ കാണാതെ വല്യച്ഛൻ. വല്യച്ഛ ചുട്ടിനെ കാണാൻ വെറും ഇവിടെ കയറി വന്നത്. ഇവിടെ പാപ്പ എവിടെ? പാപ്പന്താ? തലേന്ന് കുനിച്ചു വെച്ച് തരുമോ? തരാലോ. ചെക്കനെ തട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ നീ ഒരു സൈക്കോനാണ് തട്ടിക്കൊണ്ട് വന്നത്. എങ്ങനെ അറിയാ? ഇവൻ എവിടുന്ന് കിട്ടിയതാ നിനക്ക്? പാലരോടെ പാലത്തിന് മുകളിൽ കിട്ടിയത് എനിക്ക്. എടാ, നീ എന്തിനാണ് പാലത്തിനോടെ കയറിയത്? ആത്മഹത്യ ചെയ്യാൻ. അത്രേ ഉള്ളൂ. അയ്യോ, കേട്ടില്ലടാ പട്ടികളെ. ആത്മഹത്യ ചെയ്യാൻറാ. പക്ഷേ ഇനി ഞാൻ ആത്മഹത്യ ചെയ്യില്ല. കാരണം നിങ്ങൾ എന്നെ കൊല്ലുമല്ലോ. പറയേ, നിങ്ങൾ എങ്ങനെ കൊല്ലും? ഈ AK-47 വെച്ച് എന്നെ ചുട്ടു കൊല്ലുമ്പോ, ഇല്ലെങ്കിൽ തലക്കടിച്ച് കൊല്ലുമ്പോ, അതുമല്ലെങ്കിൽ ആ ഇരിക്കുന്ന കുട്ടി അങ്ങനെ തമാശകൾ പറഞ്ഞ് എന്നെ ബ്രെയിൻ എനിക്ക് ചാവാൻ കൊതിയായി. പ്രോമിസ് ചെയ്യ്. ഓ, അപ്പോഴേ കയ്യിൽ നിന്ന് അഭിനയിക്കുമല്ലോ. ഇവനെങ്ങാനും ഇവിടെ ചത്തു കഴിഞ്ഞാണല്ലോ നമ്മൾ രണ്ടുപേരും അകത്ത് പോകും കേട്ടോ. അയ്യോ, ഞാനിപ്പോ ഇനി എന്ത് ചെയ്യാ? ഞാൻ ഒന്ന് അവനെ എന്തിന് പിന്തിരിപ്പിക്കാൻ നോക്കാം. ഒന്ന് കൂളാക്ക്. ഒന്ന് ശരി. ഫ്രൂട്ട് വായിക്കുന്നു. ഓറഞ്ച് കുട്ടാ. എടാ, നീ എന്തിനാടാ ഈ ആത്മഹത്യ നടക്കുന്നത് ഈ ചെറുപ്രായത്തില്? എടാ, ഇതൊക്കെ തെറ്റാടാ. നിങ്ങൾക്കറിയാമോ, എന്റെ അച്ഛനൊരു ചണച്ചാക്കാണ്, പണച്ചാക്കാണ്. മൈ ഡാഡ് ഈസ് an uncompromising man. എന്റെ അർത്ഥം നിനക്കറിയോ? അറിയില്ല. അവന്റെ കരച്ചിലായിട്ട് ചോദിച്ചു മനസ്സിലാക്കാം. ഒരിട്ട് സ്നേഹം അങ്ങനെ തന്നിട്ടില്ല, അറിയാമോ? എന്തിനേറെ പറയുന്നു, ഒരു നല്ല സുഹൃത്ത് പോലും എനിക്കില്ല. അങ്ങനെ ഒരു സുഹൃത്തുണ്ടെങ്കിൽ ഞാൻ എന്റെ സ്വത്തിന്റെ പകുതി അവന് എഴുതി കൊടുക്കും, തീർച്ച. ഫ്രണ്ട പോലെ യാര് മച്ചാ, അവൻ ട്രെൻഡ് എല്ലാം മാറ്റി വെച്ച, എങ്ക പോണ என்ன மச்சா, என் கண்ணில் நீரை பொங்க வச்சா. നന്മമാരെന്നെ കിട്ടി. ഉമ്മ തരട്ടെ. പൈസ ഉണ്ടെന്ന് പറഞ്ഞില്ല, പേസ്റ്റ് മേടിക്കുമ്പോൾ പൈസ ഉണ്ട്. സത്യം. എടാ, നിനക്ക് ഇപ്പം സന്തോഷമായില്ലേ? നിനക്ക് രണ്ട് നല്ല സുഹൃത്തുക്കളെ കിട്ടിയില്ലേ? കിട്ടി, എനിക്ക് സന്തോഷമായി. എന്നാ സ്വത്ത് എഴുത്തുണ്ട്, പൊക്കോ. ഞാൻ പോവാം. പോണ വഴിക്ക് ഞാൻ എവിടെയും ചാടി ആത്മഹത്യ ചെയ്യുന്നു. അയ്യോ, ഇപ്പൊ നിനക്ക് സുഹൃത്തുക്കൾ കിട്ടിയില്ലേ, പിന്നെ എന്തിനാണ് നീ ആത്മഹത്യ ചെയ്യുന്നത്? എത്ര സുഹൃത്തുക്കളെ വെച്ച് തൂക്കിയാലും മാതൃസ്നേഹത്തിന്റെ അത്ര വരുമോ? എനിക്ക് അമ്മയില്ല. എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ എല്ലാ സ്വത്തും ഞാൻ അവർക്ക് എഴുതി കൊടുത്തേനെ. എന്റെ ഒരു ഐഡിയ ഉണ്ട്. ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കോളാം. അമ്മ പൂട്ടി ഉറങ്ങി അച്ഛനെ പോലെ വളരണം. വേണ്ട, കൊച്ചച്ഛനെ പോലെ എന്റെ മോൻ എന്ത് വേണം? കുഞ്ഞു മോന് ഇങ്ക് വേണം. എന്തൊരു ഇങ്ക്? ഇവനെന്താ പറയുന്നതാ? നീയല്ല അമ്മ കൊടുത്തോ? നിന്റെ അമ്മ ഊറ് വിട്ട് പോയാച്ചു. ഒരു വിട്ടു പോയ അമ്മയെ കുറിച്ച് പറഞ്ഞ് കരയാൻ പോലും എനിക്കൊരു കാമുകയില്ല. അമ്മ എന്ന് പറഞ്ഞപ്പോ അവൻ ഇങ്കി ചോദിച്ചു. കാമുകയാണെങ്കിൽ എന്റെ ഉയരെടുക്കും. ഇനി നിന്റെ turn. പാസ്. കുട്ടാ, എന്താ തെണ്ടി? ശരിക്കും എന്താ മോന്റെ പ്രശ്നം? ഇത്രയും പണമുണ്ട് എനിക്ക്, പക്ഷെ പ്രേമിക്കാൻ ഒരു പെണ്ണില്ല. മോനെ, അതല്ലെങ്കിൽ എങ്ങനെയാ? പണമുള്ളവന് പെണ്ണില്ല, പെണ്ണുള്ളവനോ പണവുമില്ല. അപ്പൊ എനിക്കടാ കുട്ടാ. നിങ്ങൾക്ക് ഇത് രണ്ടുമില്ലല്ലോ. ഒന്ന് മിണ്ടാതിരിക്കും. പണ്ടാറ് അങ്ങനെ ഞാനിതൊന്ന് സെറ്റ് ചെയ്തോട്ടെ. കുട്ടാ, നിനക്ക് ഇഷ്ടം പോലെ പൈസ ഉള്ളതല്ലേ? ഉണ്ട്. അതുകൊണ്ട് നീ ഒരു കല്യാണം കഴിക്കട ചക്കരെ. എനിക്ക് പെട്ടെന്ന് മരിക്കണമെന്നാ പറഞ്ഞത്, ഇഞ്ചിൻ ചായ മരിക്കണമെന്നല്ല. കല്യാണം കഴിപ്പിച്ച് എന്നെ കൊടുക്കാൻ നോക്കണം. ഇല്ല, ഞാൻ വേറെ സെറ്റ് ചെയ്യാം. കുട്ടാ, ഇപ്പൊ ഒരു പ്രണയം ഉണ്ടെന്ന് ശരിക്കും. അപ്പൊ പ്രണയിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ എന്തൊക്കെ അത് പറ. എനിക്കൊരു പ്രണയിനി ഉണ്ടെങ്കിൽ എന്റെ എല്ലാ സ്വത്തും ഞാൻ അവൾക്ക് എഴുതി കൊടുക്കും, കലക്കി. പിന്നെ അവളെ കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് പറയടാ. അവളുടെ പല്ലുകൾ മുല്ലമൊട്ട് പോലെ ആവണം, കണ്ണ് താമര ഇതൾകൾ വിരിഞ്ഞ വലിയ കണ്ണില്ലേ അതുപോലെ ആവണം, സൂപ്പർ സൂപ്പർ. മൂക്കാണെങ്കിൽ നല്ല നീണ്ടു വരണം. അതുപോലുള്ള ഒരു അംഗലാവണ്യത്തെയാണ് ഞാൻ. എനിക്ക് പെണ്ണ് വേണ്ട, എനിക്ക് പെണ്ണ് വേണ്ട. ചാക്കോച്ചി, ചാക്കോച്ചിയാ, കോക്കാച്ചി. നിങ്ങൾ
നിങ്ങൾ എന്തി കാണിക്കണേ? സ്വത്ത് എങ്ങനെ അഴിച്ചെടുക്കണ്ടാ? തേങ്ങയുടെ മൂട് നീ ഞാൻ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇവിടെ അങ്ങടിയില്ലേ? അങ്ങനെ പറയല്ലേ? നിങ്ങൾ ഇപ്പൊ ചോദിച്ചില്ലേ? ഇവന്റെ ഇതിന് മാത്രം സ്വത്തൊക്കെ എവിടെ നടക്കും? അതാ അവനോട് പോയി ചോദിക്കും. ചോദിക്കാം. എടാ കുട്ട, എടാ നിനക്ക് ഇന്ന് നിന്റെ അച്ഛൻ എങ്ങനെയാണ് ഇത്ര സ്വത്തൊക്കെ ഉണ്ടാക്കിയത്? അയ്യോ അച്ഛൻ നിങ്ങളെ പോലുന്നല്ലോ കേട്ടോ. എല്ലാ ദിവസം പണിക്കൂ. പറയല്ലോ ഞാൻ 5000 രൂപ ചോദിച്ചാ അച്ഛന് 10000 രൂപ ഇട്ട് തരും. എന്റെ അച്ഛനതെ ഞാൻ 5000 ചോദിച്ചാൽ കൊണ്ടുപോക്കി കാണിക്കും. നീ ഒന്ന് അടങ്ങിയിരിക്കും, ഞാൻ ചോദിച്ചായിക്കോട്ടെ കേട്ടോ. എടാ, ഇനി എന്നാണ് നിന്റെ വിഷമം? എനിക്ക് മനസ്സിലായി. എന്ത്? ഞാൻ ചാവാറായി. അതെങ്ങനെ? ക്ലൈമാക്സ് ആവാറായി. എനിക്ക് ചാവണം, എനിക്ക് ചാവണം. ഇവിടെ ഇവിടെ ഇവനെങ്ങാനും ചത്തു കഴിഞ്ഞാൽ നമ്മൾ പെടും കേട്ടോ. ഇവൻ ചത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? അവൻ ആദരാജോട് പറയണം. അതല്ലടാ, ഇവന്റെ വീട്ടുകാരോട് എന്ത് പറയും? സമാധാനായിട്ടിരിക്കാൻ പറയണം. പോലീസ് വന്നാ എന്ത് പറയും? പറ്റുപോയി സാറേ, ഒന്നും ചെയ്യല്ലേ. എന്തെങ്കിലും പണിയുണ്ട്, പെട്ടെന്ന് പറഞ്ഞാ. ഒരു ഐഡിയ ഉണ്ട്. ക്ലോറോഫോം എടുക്കുക. പിന്നെ ഈ തമിഴില്ലാ സമയത്ത് ഞാൻ ഇനി ഫോം പൂരിപ്പിക്കാൻ പോലെ കാര്യം നിനക്ക് അറിയത്തില്ലടാ. എന്റെ മണ്ട മുതലാളി അതല്ല. ഈ ക്ലോറോഫോം എന്ന് പറഞ്ഞാൽ ഈ മയക്കണ സംഭവല്ലേ, അതെടുത്താലോ? കീച്ചിക്കോ കീച്ചി മോനെ. താമര കണ്ണേനുറങ്ങേണം, കണ്ണും പൂട്ടി ഉറങ്ങേണം. ഹായ് അമൃതാഞ്ചൻ. ഇത് തട്ടിപ്പോടാ, ഇത് മണത്ത് കഴിഞ്ഞ് പോവാൻ പിന്നെ ഇളകി. കാണിച്ചു നോക്കട്ടെ. അങ്ങനെ ഒരു മഴയില്ലല്ലോ. ശരിയാ, ഇതിനൊരു വീര്യമില്ല കേട്ടോ. എന്തോ ഡ്യൂപ്ലിക്കേറ്റാ. അത് വലിക്കല്ലേ. നൻപ ഒന്നാമത്തെ നൻപ, നൻപ രണ്ടാമത്തെ നൻപ. அம்மா எங்க அம்மாவை வணங்காத உயிரில்லையே, அம்மாவை நினைக்காத உணர்வில்லையே. இங்குதா കുഞ്ഞോൻ, ഇங்குതാ കുഞ്ഞോൻ, ഇங்குതാ താ, ഇங்குതാ. മനസ്സിലാടാ നിന്റെ ഇംഗിതം. ക്ലൈമാക്സ് ഇനിയാലും എന്നെ അത് വെറുതെ വിടടാ. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിയത്തില്ല. ഞാനൊരു നഗ്ന സത്യം പറയാൻ പോവുകയാണ്. സംഭവം ഇത്രേ ഉള്ളൂ. അതായത് അനന്തു പെണ്ണിനെ പറ്റി ഇങ്ങനെ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്തോണ്ടിരിക്കായിരുന്നു. കണ്ണ്, പല്ല്, മൂക്ക്. അപ്പൊ ഞാൻ അവിടെ നിന്നോ എന്നെ ആയതുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞോണ്ടിരിക്കായിരുന്നേ. ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല. ലാസ്റ്റ് തിരിഞ്ഞു വന്നപ്പോഴാണ് ഈ ഒരു ഫിഗർ ഞാൻ കണ്ടത്. അല്ല, വേറെ കറക്റ്റ് ഫിഗർ ആയിരുന്നു ഇന്ന് നോക്കി ചെയ്തത്. കറക്റ്റ്. മക്കള് പറയും, നിങ്ങൾ ഏറ്റവും ചിരിച്ച ഈ മൂന്നിൽ ആരെ കണ്ടിട്ടാ ഏറ്റവും ചിരിച്ചത്? അനന്തു ചേട്ടനെ. ആനന്ദു ചേട്ടൻ. ആനന്ദു ഞാൻ പൈസ കൊടുത്തായിരുന്നു. അല്ലല്ല, അനന്തുവിനും വ്ളോഗിംഗ് ഉണ്ട്. ആണോ? വ്ളോഗേഴ്സ് തമ്മിലുള്ളൊരു ഒരു പാട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, അതാ പരിപാടി. പക്ഷെ ഞങ്ങളുടെ ചുട്ടുമണി ഇതാട്ടോ, ഞങ്ങളുടെ ഫേവറേറ്റ് ഇതാ. ഇത് കുറച്ച് എന്നെ പറ്റി അറിയാം. എല്ലാത്തിലും ഭയങ്കര ഒരു മാന്യൻ പോലെ ആയതുകൊണ്ട് ജെറിനിലേക്ക് ഞങ്ങൾ അങ്ങനെ ക്യൂട്ട്നെസ്സിൽ എത്തിയിട്ടില്ല, ഹാൻസം വരെ എത്തിയിട്ടുള്ളൂ. എന്നാലും ഇഷ്ടപ്പെട്ടില്ലേ ഇവരുടെ സ്കിറ്റ്? അതറിഞ്ഞാ മതി. ഇനി ശ്വേത ചേച്ചി. നന്നായിരുന്നു. എന്താ പറയാനുള്ളത്? നമുക്ക് നേരെ ബാറ്ററിയിലേക്ക് പോവാം. ബാറ്ററി പറയും ബാക്കി, അത്രേ ഉള്ളൂ. വാ ബാറ്ററി നോക്കാം. ഓക്കെ, യെസ്. സൂപ്പർ. 30,000 rupees ആണ് നേടിയിരിക്കുന്നത്. 30,000 രൂപ. ബാങ്ക് ഓഫ് ബോംബെ. യെസ്, തരുന്നു. ഒരു അമ്മ വേഷം കിട്ടി, ഒരു കാമുകിയുടെ വേഷം കിട്ടി, അല്ലേ? കൂട്ടുകാരനായി. അവ എല്ലാം കൂടെ ചേർന്നിട്ട് 30,000 രൂപ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. സന്തോഷമായില്ലേ? അപ്പൊ ഇന്നത്തെ ഹൈലൈറ്റ് മൊമെന്റ് എന്ന് പറയുന്നത് എന്നെ ഇവര് ഭയങ്കര നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്തു എന്നുള്ളതാണ്. ഒബ്സർവ് ചെയ്തു. താങ്ക് യു.